അപ്പോൾ അതുപോലെ പ്ലേറ്റിങ്ങിൻ്റെ കാര്യം പറയും. പ്ലേറ്റിങ്ങിന് ഇതിന് ഏതാണ്ട് 22,000 രൂപ. 22,000 രൂപ. 22,000 10 രൂപ കുറവാണ്. അതാണ്. അല്ല എനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്തിട്ടുള്ള ഏറ്റവും കൂടുതൽ റേറ്റ് ഇതിന് പ്ലേറ്റിങ്ങിനായി മുന്നേ ചെയ്തിട്ടുള്ള 18,000 സംതിങ്. അത്രയൊന്നുമില്ല. ഇതിൽ 2 മഡ് ഗാർഡ് ഉണ്ട്. അതെ, മഡ് ഗാർഡിനെ കൂടെയാണ് കൂടി. പിന്നെ ബ്രാക്ക് പെഡൽ പ്ലേറ്റിംഗ് ആണ്. ഓൾറെഡി പ്ലേറ്റഡ് ആയിരുന്നു, അത് നമ്മൾ പ്ലേറ്റ് ചെയ്തതാണ്. പക്ഷെ ഒരു ക്ലാസിക് ഒരു ലുക്ക് ഉണ്ട് കേട്ടോ, ഒരു അടിപൊളി രസമുണ്ട് കാണാനായിട്ട് ആ ഒരു പ്ലേറ്റ് ചെയ്തപ്പോൾ. എനിക്കൊന്നു ഈ റോയൽ എൻഫീൽഡിന്റെ ബുള്ളറ്റിന് എപ്പോഴും ആ പ്ലേറ്റിംഗ് അല്ലേ ശരിക്കും ബുള്ളറ്റിന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ പ്ലേറ്റിംഗ് തന്നെയാണ്. അതെ അതെ അതെ. പെയിന്റിങ് ഭംഗിപ്പോയാലും അത്ര ഒരു എടുപ്പ് വരത്തില്ല, വണ്ടിക്ക് ഒരു ഡിമ്മ് തോന്നത്തില്ല. പക്ഷെ പ്ലേറ്റിംഗ് ഭംഗിപ്പോയെങ്കിൽ പിന്നെ വണ്ടി ഭംഗിയില്ല. ഈ ടയർ രണ്ടും മാറിയിട്ടുണ്ടോ? ഇല്ല, ഇത് പഴയതല്ലേ? ഇതിൽ ഉണ്ടായിരുന്ന ടയറാണ്. ഓക്കെ. വണ്ടി ഇതിപ്പോ 7 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. അപ്പോൾ പുതിയ മീറ്റർ വെച്ചതാണ്. മുന്നേ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരുന്നു? വന്നപ്പോഴത്തേക്ക് എത്ര ഉണ്ടായിരുന്നു? വന്നപ്പോഴത്തേക്ക് ഇരുന്ന മീറ്ററിൽ ഏതാണ്ട് 70 80 എങ്ങാണ്ട്. 70. പക്ഷെ അതൊന്നും അല്ലല്ലേ? വർഷമായില്ലേ, അത് ശരിയാ, പറയാൻ പറ്റത്തില്ല. ചിലപ്പോ ഓടിയിട്ടുണ്ടാവത്തില്ല. എന്തായാലും അതുപോലൊരു വണ്ടിയല്ലേ നമ്മുടെ 5 എടുത്തോണ്ട് വന്നത്. നമ്മളവിടെ അടുത്തുനിന്ന് ഇപ്പോൾ ഒരു വണ്ടി എടുത്തോണ്ട് വന്നിട്ടുണ്ട്. അത് ആകെ 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 93 4 എങ്ങാണ്ടാണ്. പക്ഷെ ശരിക്കും ആ വണ്ടി അത്ര ഓടിയിട്ടുള്ളൂ. അതിപ്പോ റീസ്റ്റോർ ചെയ്യാനായിട്ട് ഇളക്കും. അത് ഉറപ്പായിട്ടും നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ കാണുന്നതാണ്. അപ്പോൾ ഷിജിന്റെ റേറ്റ് ഇതിൽ എഞ്ചിനും കൂടെ പണിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി എത്ര ടോട്ടൽ? 16 രൂപ ലേബർ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ടോട്ടൽ എക്സ്പെൻസ് ഇപ്പോൾ എത്ര ആയിട്ടുണ്ട്? ടോട്ടൽ എക്സ്പെൻസ് ഈ വണ്ടിക്ക് അറൗണ്ട് ഒരു 1.14 സംതിങ് 15 സംതിങ് എന്തോ 1.15 ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ കൂടിയേക്കുന്നത് നമ്മുടെ പ്ലേറ്റിങ്ങിനും കൂടിയിട്ടുണ്ട്, അതേപോലെ സ്പെയറിനും കൂടിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ സീറ്റ് അസംബ്ലി ഒരുപാട് സാധനം മേടിച്ചു. പിന്നെ രണ്ടാമത് ഇതൊക്കെ ചെയ്യാനായിട്ട് ഇത് കൊണ്ടുപോകുന്നതിന് ഹോട്ടലിൽ കൊടുത്ത് പറയണം. അവിടെ കൊണ്ട് ചെല്ലുമ്പോൾ അവരെ കാശായി, ഈ സാധനത്തിന്റെ പൈസയായി. അങ്ങനെ കുറച്ച്